ഇപ്പോൾ നമ്മൾ ഉത്രാട വിളക്കൊക്കെ കത്തിച്ച് പടുക്കയൊക്കെ ഇട്ട് മെഴുകുതിരിയൊക്കെ യേശുവിന് കത്തിച്ച് പിന്നെ വിളക്ക് നിലവിളക്ക് കത്തിച്ച് ഇതൊക്കെ കത്തിച്ചപ്പോൾ ശരി തന്നെ അപ്പോഴെടുക്കാൻ പറ്റില്ല. ഇനി അടുത്തത് നമുക്ക് പൂവരിയൊക്കെ പോണ്. നമുക്ക് അടുത്ത് അത്ത ഇടാനായിട്ട് പൂവ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അണ്ണനും മക്കളും കൂടെ പൂവ് അരിയാണ്. നമ്മളെ കിങ്ങിണി കണ്ട ഒരുങ്ങി സുന്ദരിയായിരിക്കുന്നുണ്ട്. നമ്മൾ മാലയൊക്കെ ഇട്ട് കൊടുത്ത് എന്നാ കിങ്ങിണിയെ എന്നാ കിങ്ങിണിയെ നമ്മളെ കിങ്ങിണി എന്നടി കിങ്ങിണി കണ്ട പൊട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരിയാക്കി എഴുതിയിട്ടുണ്ട്. നമ്മളെ കിങ്ങിണിയുടെ കൈ വയ്യാട്ടാണ്ട കൈ ഇങ്ങനെ ഏതാ പൂച്ച കടിച്ച്. അപ്പോൾ നമ്മൾ കുഴമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇച്ചിരി കുറവുണ്ട്. കിങ്ങിണിയുടെ മാല നോക്കട്ട്. കിങ്ങിണി നോക്കട്ട് എവിടെ നോക്ക് കിങ്ങിണിയെ. നമ്മൾ അത്തം ഇട്ടുകൊണ്ടിരിക്കുകയാണേ. അത്തം ഇട്ടുകൊണ്ടിരിക്കണതേ ഉള്ളൂ, പൂർത്തിയായിട്ടില്ല. ഇനി നമ്മൾ വെളിയിൽ അത്തം ഇടാനായിട്ട് പോവുകയാണ്. വെളിയിലത്ത പിടിക്കാം. നിന്നെ എന്താ ഇവിടുത്തെ ആസ്ഥാന കോഴിയായിട്ട് തെരഞ്ഞെടുത്തോ? അതിന്റെ സൗണ്ട് കുറച്ച് മാറ്റൂ. മനുഷ്യരുടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കുമ്പോഴാണ്. അതിന്റെ സൗണ്ട് കുറച്ച് എപ്പോഴാ ഫ്രീ ആവുന്നു? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ 7 മണിയാവും. ഇഞ്ചി വിളമ്പി നാരങ്ങ ഇവിടെ വെച്ചിട്ട് ഇഞ്ചി വിളമ്പി തോരൻ വിളമ്പി നാരങ്ങ എണ്ണ ഇനിയാണ് വിളമ്പുന്ന. മാങ്ങ വിളമ്പിയില്ല, മാങ്ങ അച്ചാറ്. ഇഞ്ചി നാരങ്ങയൊക്കെ അടുത്തടുത്ത് കണ്ടതാണ്. തോരൻ പിന്നെ അടുത്തത് അവിയല്. സച്ചിന പ്ലീസ് ഡോണ്ട് ഡു ദിസ്. എടാ നിന്നെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നേ. എനിക്ക് പറ്റില്ല സച്ചിന എന്നെ കൊഞ്ചിച്ചോണ്ട് നടക്കാൻ. നീ അതൊക്കെ എൻജോയ് ചെയ്തിട്ടില്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. സോറി, ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. നിനക്ക് പേടി എന്റെ കൂടെ എന്നെ പ്രേമിച്ചു എന്നുള്ള പേടി. മാങ്ങ എടുത്തുണ്ടാക്കളെ മടിയാണ് നിനക്ക്. അവിടെ ഇരിപ്പുണ്ട്. നിന്നെ ടേക്ക് കെയർ ചെയ്യുന്ന കേസ് പറഞ്ഞില്ലേ? പച്ചടി. എനിക്ക് ഇങ്ങനത്തെ കെയറിംഗ് ഒന്നും എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചിലപ്പോ നീ വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. ഇത് ഇവിടെ വെച്ച് നിർത്താണ് നിനക്കല്ല എനിക്കും. മാങ്ങ കിട്ടിയില്ലേ? മാങ്ങ അച്ചാർ. പിന്നെ ചോറ് വിളമ്പേണേ. അവള് നോ പറഞ്ഞു. പക്ഷെ നമ്മളെ പേടിക്കണ്ട, ഞാൻ ഓക്കെയാണ്. അണ്ണന്റെ അമ്മയാണ്. മനസ്സിനൊരു ഭാരം ഇറക്കി വെച്ച ഫീൽ ഉണ്ട്. കുറച്ച മതി. ഇനി ഞാൻ ഓക്കെ ആയിരിക്കും. അടുത്ത പരിപ്പ്. അത് സൗണ്ട് കുറച്ച് അതിന്റെ സൗണ്ടേ കേൾക്കുള്ളൂ. നമ്മള് ഓണസദ്യ കഴിക്കുകയാണ്. നമ്മള് ഊണ് കഴിച്ചിട്ടേ വിളക്കണക്കുള്ളൂ. നമ്മൾ ഇന്നലെ വൈകിട്ട് കത്തിച്ച വിളക്കാണ് കേട്ടോ. നമ്മൾ രാത്രി ഫുള്ള് ഉറങ്ങിയില്ല, ഉണർന്നിരിക്കുകയായിരുന്നു. ഞാനും മക്കളും അണ്ണനും അമ്മയും എല്ലാവരും ഉറക്കമൊഴിഞ്ഞിരുന്ന് വിളക്കണയാതെ നമ്മൾ നോക്കി.
നമ്മൾ ഊണ് കഴിച്ചിട്ട് അണയ്ക്കും. പരിപ്പ് ഇത്തിരി കട്ടിയായിപ്പോയല്ലേ, അത് അപ്പോഴും നല്ല ഇതുപോലെ ഇരുന്നു. പിന്നെ അങ്ങ് ഇഞ്ചി ഹലോ. ഇല്ല, ഞാനുണ്ടാവും. നിങ്ങളെല്ലാവരും ഓണസദ്യ കഴിച്ച് കാണും, നമ്മൾ കഴിക്കുന്നതേ ഉള്ളൂ. നമ്മളെ ബ്രഹ്മസലി പായസമാണ് വെച്ചത്. പിന്നെ ബോളി വേണ്ടേ ഇങ്ങനെ ഇതായിരുന്നോ? ബോളി ബ്രഹ്മസലി പായസം, ബോളിയും ബ്രഹ്മസലി പായസവും കൂടി ഇട്ട് കഴിച്ചു നോക്കാം. നമ്മൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊണ് കഴിച്ചു കഴിഞ്ഞ് പായസം കുടിക്കുകയാണ്. ബോളിയും എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ ഓണസദ്യയൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. ഇന്നലെ ഉറക്കം ഒഴിഞ്ഞ് എനിക്ക് കിട്ടിയില്ല. കഴിച്ചിട്ട് വരാം.